ഇന്നത്തെ ഓർമ്മച്ചപ്പിൽ പ്രേക്ഷകരെ ഓർമ്മപ്പെടുത്തുന്നത് ദക്ഷിണാഫ്രിക്ക വർണ്ണവിഭജനത്തിന് കുപ്രസിദ്ധി ആർജിച്ച ഒരു രാജ്യമാണ്. വർണ്ണവിവേചനം നമ്മുടെ ഗാന്ധിയും അതോടൊപ്പം തന്നെ നെൽസൺ മണ്ടേലയും വർണ്ണ വിവേചനത്തിനെതിരെ പോരാടുകയുണ്ടായി. അങ്ങനെ ആ പോരാട്ട വീര്യം പകർന്നു കിട്ടിയ ഒരു എഴുത്തുകാരനാണ് ബ്രെയ്റ്റൻ ബാഹ്. അദ്ദേഹം ഭരണകൂടത്തിൻ്റെ ഈ കിരാത നടപടികൾക്കെതിരെ തൻ്റെ തൂലികയെ ചലിപ്പിക്കുകയാണ്. അങ്ങനെ നെൽസൺ മണ്ടേലയുടെയും ഗാന്ധിജിയുടെയും ആശയങ്ങൾ ഉൾക്കൊണ്ട് തൻ്റെ ആ രചനയിൽ പ്രതിഫലിപ്പിക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ രചന രൂക്ഷമായപ്പോൾ ബ്രെയ്റ്റൻ ബാഹിനെ സൗത്ത് ആഫ്രിക്കയിൽ നിന്നും ദക്ഷിണാഫ്രിക്കയിൽ നിന്നും നാട് കടത്തിയത് അദ്ദേഹം ഫ്രാൻസിലേക്ക് പോയി. അവിടെ നിന്ന് വ്യാജ പാസ്പോർട്ടൊക്കെ സംഘടിപ്പിച്ച് വീണ്ടും ദക്ഷിണാഫ്രിക്കയിൽ തിരിച്ചു വരികയാണ്. അവിടെ വെച്ച് അദ്ദേഹത്തിനെ ജയിലിലടക്കുകയാണ്. അദ്ദേഹം ജയിലിൽ കിടന്നുകൊണ്ട് തൻ്റെ ഒരു കഥ എഴുതുകയാണ്. ആ കഥ എഴുതുമ്പോൾ അതിലെ പ്രധാന കഥാപാത്രം ഒരു കഥ പറയുന്ന ആളാണ്. ആ കഥ പറയുന്ന ആൾ കഥ പറഞ്ഞുകൊണ്ട് ഇരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരി കൂടെയുണ്ട്. അപ്പോഴൊരു കുട്ടി ആന അവിടെ വരികയാണ്. കുട്ടി ആനയെ കണ്ടപ്പോൾ സഹോദരിക്ക് വളരെ ഇഷ്ടപ്പെട്ട് അവൾ അതിനെ ലാളിച്ചു, ഭക്ഷണം കൊടുത്തു, അവൾ തൻ്റെ കളിക്കൂട്ടുകാരിയാക്കിയാണ്. ഇങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. അപ്പോൾ ഈ ആനക്കുട്ടിയുടെ ഉടമസ്ഥൻ അവിടെ വരികയാണ്. ഉടമസ്ഥൻ വന്ന് തൻ്റെ ആനയാണെന്ന് പറഞ്ഞപ്പോൾ ആനയെ തിരിച്ചു കൊടുക്കുകയാണ്. തിരിച്ചു കൊടുത്ത് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പബ്ലിക് പ്രോസിക്യൂട്ടർ അവിടെ വരികയാണ്. വന്ന് തൻ്റെ പെങ്ങളെ അറസ്റ്റ് ചെയ്യുകയാണ്. ആനയെ അനധികൃതമായി വെച്ചിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവൾക്കെതിരെ കേസെടുക്കുകയാണ്. അപ്പോൾ നിരപരാധികൾക്കെതിരെ യാതൊരു കാരണമില്ലാതെ കേസെടുക്കുന്ന അല്ലെങ്കിൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു പ്രവണത ഈ ദക്ഷിണാഫ്രിക്കൻ സർക്കാരിനുണ്ടായിരുന്നു. അതിനെതിരെയാണ് അദ്ദേഹം ഭയാനകമായ ബിംബങ്ങൾ ചേർത്തുകൊണ്ടാണ് തൻ്റെ കഥ രചിച്ചിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞു, നെൽസൺ മണ്ടേല ജയിലിൽ കിടന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മോചനത്തിന് വേണ്ടി അദ്ദേഹം ഒരു കഥ എഴുതുകയാണ്. ആ കഥയിൽ നെൽസൺ മണ്ടേലയെ പറ്റി പറയുന്നത് നെൽസൺ മണ്ടേല തൻ്റെ ശരീരവും ആത്മാവും സ്നേഹത്തിൻ്റെ അനുഭാവ്യതയോടെ ഒന്നിപ്പിച്ച് എല്ലാവരെയും സ്നേഹത്തിൻ്റെ ഒരു പാതയിലേക്ക് കൊണ്ടുവരാൻ നെൽസൺ മണ്ടേല ശ്രമിച്ചു എന്നാണ് പറയുന്നത്. മാത്രമല്ല, നെൽസൺ മണ്ടേല അങ്ങനെ ചെയ്തെങ്കിലും അദ്ദേഹത്തിൻ്റെ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി അഴിമതിയുടെ വക്കിലേക്ക് പോവുകയും ഈ അഴിമതിക്കെതിരെ ബ്രെയ്റ്റൻ ബാഹ് തൻ്റെ തൂലിക ചലിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നിഷ്പക്ഷമായ ഒരു എഴുത്തുകാരനാണ് ബ്രെയ്റ്റൻ ബാഹ്. അദ്ദേഹം 2024 നവംബർ 24 അന്തരിക്കുകയുണ്ടായി. ആദരാഞ്ജലി അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.